റിയാലിറ്റി ഷോയില് പണ്ട് ചേച്ചിയൊക്കെ ആങ്കർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആങ്കർമാരെന്ന് പറഞ്ഞാൽ കുലസ്ത്രീകളെ പോലെ സാരി ഉടുത്ത് മാന്യമായി മലയാളം മാത്രം സംസാരിച്ച് വരുന്ന ആങ്കർമാരെ കാണുന്ന ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊക്കെ മോഡേൺ ആയിട്ട് ചേച്ചിയും രഞ്ജിനി ഹരിദാസും അല്ലെ അതുപോലുള്ള ആൾക്കാരൊക്കെ സ്ട്രഗിൾ ചെയ്ത്, അതായത് അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ കേട്ടാണ് നിങ്ങൾ ആ പ്രോഗ്രാമിൽ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ ചെയ്തു വരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ആങ്കർമാരെ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു സ്ട്രഗിൾ അതിനെ ഇപ്പൊ എങ്ങനെ അതിനെ നോക്കി കാണുന്നുണ്ട്? കാരണം ഞാനിവിടെ വന്നത് എന്റെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നെ എന്റെ പ്രൊഡ്യൂസറെ സെലക്ട് ചെയ്തത് ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഐ കെയിം ആസ് ശ്രുതി മേനൻ. ഞാനിവിടെ വന്നിട്ട് മറ്റൊരാളായിട്ട് മാറാനല്ല. ദാറ്റ് വാസ് നോട്ട് ദി എയിം. സോ ഞാനിത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞ കേരളത്തിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവായ ബാക്ക്ലാഷ് എനിക്ക് കിട്ടുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആൻഡ് പ്ലസ് ഞാൻ ബോംബെയിൽ താമസിക്കുന്ന കാരണം നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര അറിഞ്ഞില്ല. ആൻഡ് ഐ തിങ്ക് ഇൻ എ വേ ദാറ്റ് വാസ് വെരി ഗുഡ്. കാരണം അത് മനസ്സിൽ തട്ടിയാൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് പോകും, എല്ലാം പോകും. പക്ഷെ ഇവിടെ വരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പ്രയാസിച്ചിട്ടുണ്ട് ആൾക്കാരെ, കുറെ നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഷൂട്ടിൽ കണ്ടിട്ട് കൂടിയിട്ട് അങ്ങനത്തെ പിന്നെ ലാംഗ്വേജിൽ അത്ര ബലമുണ്ടായിരുന്നില്ല ആ സമയത്ത്. സോ പക്ഷെ ഇതൊക്കെ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ബിൽഡ്സ് യുവർ ക്യാരക്ടർ. അതായത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ ചെറുപ്പമായിരുന്നു ദിസ് ഇസ് വെരി നോർമൽ ഡിഫിക്കൽട്ടി. അത്ര എല്ലാവരും ലൈഫ് അത്രയും ഈസി ആയ ലൈഫ് കിട്ടിയാൽ ഇറ്റ്സ് ബോറിംഗ്. കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ, കുറച്ചൊന്ന് സ്ട്രഗിൾ എല്ലാവർക്കും വേണം. ആൻഡ് സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് നൗ സച്ച് എ കംഫർട്ടബിൾ പ്ലേസ്. ഇതുപോലെ തന്നെ മീഡിയനെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, മലയാളം അറിയില്ല, പിന്നെ ഞാൻ സംസാരിക്കുന്ന ചില വാക്കുകൾ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും ഇവിടെ എന്താണ് സ്റ്റൂളിന്റെ മേലെ, എനിക്ക് ഹൈ ഹീൽസ് ഇഷ്ടമാണ്, ഐ ലൈക്ക് ഹൈ ഹീൽസ്. സ്റ്റൂളിന്റെ മേലെ നിന്നിട്ട് എന്താണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു അവതാരകയായിട്ട് ഞാൻ വന്നു. സോ വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു സ്റ്റാർട്ട് മേക്കിംഗ് ഫൺ. അത് അവരുടെ ബുദ്ധി കുറവാണ്. So it was like that. Well, I thought it was very foolish. So today I'm in a much better place. And അതേ എന്നോട് എൻ്റെ ഫാഷൻ സെൻസിനെ കുറിച്ച് ചോദിക്കുന്നു, പെൺകുട്ടികളോ ചോദിക്കുന്നു, ഇഷ്യൂസ് എവിടെ നമ്മൾ